എനിക്കിന്നിവിടെ ചർച്ച ചെയ്യാനുള്ള വിഷയം പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഒരു വിഷയമാണ്. ദിനചര്യകൾ എന്ന വിഷയമാണ് നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ചർച്ചകൾ സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്ന് പണ്ഡിത സുഹൃത്തുക്കൾക്കെല്ലാവർക്കും അറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ ആരും, പറയുന്ന ഞാനും കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ആരും ഇതിൽ നിന്നൊഴിവല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അറിയാത്തതുകൊണ്ടല്ല പലപ്പോഴും നമ്മുടെ പ്രവർത്തന മേഖലക്ക് തിളക്കം ലഭിക്കാത്തത്, അല്ലെങ്കിൽ ചിട്ടയൊത്ത ജീവിതം നയിക്കാൻ കഴിയാത്തത് വിവരമില്ലാത്തതുകൊണ്ടല്ല. അതൊരു കാരണമാണെങ്കിൽ അതിലേറെ വലിയ ഒരു കാരണമായി നമ്മുടെ മുമ്പിൽ നിലകൊള്ളുന്നത് ബോധക്കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സാധാരണ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കൽ അത്യന്താപേക്ഷിതമായി വരും എന്ന് നിങ്ങളെ പറഞ്ഞറിയിക്കേണ്ടതില്ല. ഏതായാലും ആമുഖം നീട്ടാതെ ഞാൻ പെട്ടെന്ന് വിഷയസംബന്ധമായ ചർച്ചയിലേക്ക് കടന്നുവരാം. അതിനു മുമ്പ് ഒരു സഹോദരി 10 നാളികേരം സംഭാവന ചെയ്ത് രോഗം ശിഫയാകാൻ, വിദേശത്തുള്ള മക്കൾക്കും മരുമക്കൾക്കും ഹൈറും ബറക്കത്തും ഉണ്ടാവാനും ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ തൗഫീഖ് ലഭിക്കാനും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ സഹോദരിയുടെ ഉദ്ദേശ്യങ്ങൾ മുഴുവനും സഫലമാക്കി കൊടുക്കട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. പ്രിയപ്പെട്ട ഉമ്മമാരോട് ഇൻഷാ അല്ലാഹ് പ്രഭാഷണത്തിനിടയിൽ കയറി വരാനിരിക്കുന്ന വിഷയങ്ങളാണ്. എല്ലാവരോടും ഉണർത്തുന്നു, ഈ സഹോദരി നിങ്ങൾക്ക് മാതൃകയാവട്ടെ. കാരുണ്യപ്രവർത്തനത്തിന്റെ നീണ്ട കോളങ്ങളിൽ ഏതെങ്കിലും ഒരു കോളം ഒരു ദിവസം ഫില്ല് ചെയ്തു എന്നുള്ള ഒരു ഉറപ്പ്, അതൊരു വിശ്വാസിയുടെ നിർബന്ധ ബാധ്യത പോലെ അവന്റെ മനസ്സിനെ മതിക്കണം. അപ്പോഴേ അവന് രക്ഷപ്പെടാൻ കഴിയൂ എന്നത് ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സഹോദരി നല്ല ഒരു മാതൃകയാണ് കാണിച്ചത്. അതിനെ തുടർന്ന് ധാരാളം സംഭാവനകളും ധാരാളം പൈസകളും അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളും മറ്റുമൊക്കെ ഈ സ്ഥാപനത്തിലേക്ക് ആവശ്യമുണ്ട്. കാരണം അത്രയുമധികം ചിലവുള്ള ഒരു സ്ഥാപനമാണ് മർക്കസു സഖാഫത്തി സുന്നിയ എന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പറഞ്ഞറിയിക്കേണ്ടതില്ല. എല്ലാവരും അത് കണക്കിലെടുത്ത് നിങ്ങൾ ഈ സ്ഥാപനത്തെ ഈ സദസ്സിൽ നിന്നു മാത്രം പോരാ, ഇവിടെ നിന്ന് പിരിഞ്ഞുപോയതിന്റെ ശേഷവും നിങ്ങളുടെ സഹായങ്ങൾ എങ്ങോട്ടൊക്കെ നീളുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ സ്ഥാപനത്തിലെ അന്തേവാസികളായ മക്കളെ, അവരെക്കുറിച്ചൊരു ഓർമ്മ നിങ്ങളുടെ മനസ്സിലുണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ദിനചര്യകൾ എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ നാം ഇത് ചർച്ച ചെയ്യുന്നത് തികച്ചും മതത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നാണ്. മതത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് തന്നെ ഇതിനെ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു വിശാലമായ ലോകമാണിത്. ഇതേക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ അമലുൽ യൗമി വല്ലൈല എന്ന പേരിൽ മാത്രം പലരും കിതാബുകൾ രചിച്ചതായി കാണാൻ കഴിയും. അതിന്റെ ഒരു ഭാഗം പോലും, എന്ന് പറഞ്ഞാൽ അതിന്റെ 100-ൽ 1 ഭാഗം പോലും നമുക്കിവിടെ അനുവദിക്കപ്പെട്ട 2 മണിക്കൂർ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവുള്ളതുകൊണ്ട്
അതിൽ നിന്ന്